നമസ്കാരം. കിങ്ഡം ഗൗതം തിന്നാനൂരി ഡയറക്റ്റ് ചെയ്ത പടം. അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്നത് ജേഴ്സി എന്ന് പറയുന്നൊരു ഗംഭീര സിനിമ തന്നതിലൂടെ ആയിരിക്കും. ഗൗതമിനോടൊപ്പം ഈ സിനിമയുടെ പിന്നണിയിലുള്ള എല്ലാം അത്രത്തോളം കിടിലായിട്ടുള്ള ടീമാണ്. ഇതിൻ്റെ ഓരോ മെയിൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഗംഭീരമായിട്ടുള്ള ആളുകളുണ്ട്. കാരണം ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗിരീഷ് ഗംഗാധരനും അതുപോലെ തന്നെ ജോമോൻ ടി ജോണുമാണ്. രണ്ടുപേരും മലയാളികളാണ്. രണ്ടുപേരുടെയും വർക്കുകൾ പൊതുവെ നമ്മൾ നോക്കിയാലും ഗംഭീര വർക്കുകളാണ്. ഇതിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. അനിരുദ്ധ് ഡെഫിനറ്റ്ലി ഇപ്പോൾ ഒരു കൊമേഴ്സ്യൽ സിനിമയിൽ അനിരുദ്ധിൻ്റെ മ്യൂസിക് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഘടകമാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നവീൻ നൂരിയാണ്. അദ്ദേഹം ജേഴ്സിയുടെ തന്നെ എഡിറ്ററായിരുന്നു. അദ്ദേഹം നാഷണൽ അവാർഡ് വിന്നറാണ്. സോ അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അത്രത്തോളം ക്വാളിറ്റിയുള്ള ടീമുണ്ട്. അതുകൊണ്ട് തന്നെ പേഴ്സണലി ഭയങ്കര പ്രതീക്ഷയുണ്ടായിരുന്നു. ഹീറോ ആയി വന്നത് വിജയ് ദേവർകൊണ്ടയാണ്. വിജയ് ദേവർകൊണ്ട ഗീതാ ഗോവിന്ദ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ 1-2 സിനിമകൾ എനിക്ക് വളരെ നന്നായി തോന്നിയിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് കണ്ടിട്ടുള്ള ചില സിനിമകളൊക്കെ വളരെ മോശമായിട്ടാണ് അനുഭവപ്പെട്ടത്. പക്ഷേ ഈ സിനിമ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്നൊക്കെയുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എല്ലാ സന്നാഹങ്ങളും വളരെ പ്രതീക്ഷയുള്ള ഒരുപാട് ഘടകങ്ങളൊക്കെ ഉണ്ടെങ്കിലും സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഒരു ശരാശരി അനുഭവമായിരുന്നു. ഈ സിനിമ ഒരു ആവറേജ് അനുഭവമായി മാറാൻ കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ചിലത് എടുത്ത് നോക്കിയാൽ ഒന്നാമത് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് അത് വലിയൊരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ വില്ലൻ സൈഡിലൊക്കെ. വില്ലൻ മലയാളത്തിലുള്ള വെങ്കിടേഷാണ് ചെയ്തിരിക്കുന്നത്. വെങ്കിടേഷിൻ്റെ വില്ലൻ ആയിട്ടുള്ള പെർഫോമൻസ് എനിക്കെന്തോ അത്ര ഓക്കെ ആയില്ല. പുള്ളി ആ സ്ക്രീനിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു കുഞ്ഞാവ വന്ന് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫീലായിരുന്നു. അങ്ങനെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. പുള്ളി ഇല്ല സ്ക്രീനിലേക്ക്, വളരെ ചെറിയ ആളാണ്. അങ്ങനെ പുള്ളി സിനിമയിലാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ബാബുരാജ് ഉണ്ട്. ബാബുരാജിൻ്റെ മകനായിട്ടാണ്. അപ്പോൾ ബാബുരാജ് അത്രയും സൈസൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ഇങ്ങൊരു വെങ്കിടേഷ് ഒരു അൺഫിറ്റ് ആയിട്ടാണ് തോന്നിയത്. അത് മെയിൻ വില്ലൻ പുള്ളി ആകുമ്പോൾ അതൊരു വീക്ക് സൈഡായിട്ടാണ് മെയിൻ സിനിമയിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സിനിമ ഒരുമാതിരി ആവിൽ കുഴഞ്ഞ മാതിരി കുറേ സ്ഥലത്ത്. എസ്പെഷ്യലി ഇതിനകത്ത് ഒരു വിജയ് ദേവർകൊണ്ടയുടെ നായക കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ പേര് സൂര്യ എന്നാണ്. സൂരി ബ്രദർ നഷ്ടപ്പെട്ട ഒരാളാണ്. ആ ബ്രദർ മരണപ്പെട്ടതല്ല, ബ്രദർ ചെറുപ്പകാലത്ത് നാടുവിട്ടു പോവുകയൊക്കെയാണ്. അതിൻ്റെ പിറകിലൊരു കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയും പിറകിലേക്ക് സിനിമ തുടക്കത്തിൽ തന്നെ മറ്റൊരു കഥയൊക്കെ പറയുന്നത് 100 വർഷം പിറകിലുള്ളൊരു കഥയൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ ഒരു എന്താ പറയുക, ഒരു രാജാവ് എന്നെ കാത്തിരിക്കുന്നത്, അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെയാണ് അതിനകത്ത്. ദെൻ ഏട്ടനെ നഷ്ടപ്പെട്ടുള്ള ദേവർകൊണ്ട പ്രസൻ്റ്ലി ഏട്ടനെ തിരികെ ലഭിക്കാൻ ഒരു പ്ലാനൊക്കെ കിട്ടുന്നത്, അതിലേക്ക് പോകുന്നതൊക്കെയാണുള്ള പരിപാടികളാണ്. ഇത് തുടക്കം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ സ്റ്റാർട്ടിങ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും സിനിമ ഭയങ്കര ഡൗൺ ആയി പോകുന്നുണ്ട്. കാണിക്കുന്ന കുറേ കാര്യങ്ങൾ എന്താ പറയുക, ഒരു കഥയിലൂടെ മുന്നോട്ട് പോകുന്നതാണെങ്കിൽ നമുക്ക് എവിടെ ഒരു കൊമേഴ്സ്യൽ മൂവി ആവുന്ന സമയത്ത്, എസ്പെഷ്യലി ഒരു ഹീറോ ഒരു മാസ് ഇതിലൊക്കെ വരുന്ന സിനിമയാകുമ്പോൾ അങ്ങനത്തെ എലിവേഷൻ സീനുകളും അങ്ങനത്തെ ഒരു ഹൈ മൊമെൻറ്റ്സും ഒന്നും കിട്ടുന്നില്ല. ആകെ പോസിറ്റീവായിട്ട് തോന്നിയത് അനിരുദ്ധിൻ്റെ BGM തന്നെയാണ്. അനിരുദ്ധിൻ്റെ BGM സിനിമയെ പല സ്ഥലങ്ങളിലും ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചേസിങ് സീനൊക്കെ ഉണ്ട്, ഒരു ഗോൾഡ് തട്ടിയെടുക്കുന്ന സീനൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ അനിരുദ്ധിൻ്റെ BGM ഗംഭീരമാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം സിനിമ വീണ്ടും ഈ പറഞ്ഞ പോലെ ഒരു കുറേ രക്ഷപ്പെടുത്തൽ പരിപാടിയും കഥകഥയൊക്കെയായിട്ട് പോവുകയാണ്. തെലുങ്ക് സിനിമയുടെ ഒരു പൊതുവേ ഉള്ളൊരു ട്രാക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്. നായിക പ്രാധാന്യം തീരെയില്ല. നായികയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രാധാന്യം ഈ സിനിമയിൽ എവിടെയും കണ്ടില്ല. നായികയെ കണ്ട സമയത്ത് രശ്മിക മന്ദാന 360 ആയിട്ടാണ് തോന്നിയത്. പക്ഷേ നായിക വലിയ മെച്ചമൊന്നുമില്ല, റോളും ഇല്ല, എന്താ പറയുക, പെർഫോമൻസും വലിയ ഇതൊന്നുമില്ല. സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി എൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ എൻ്റെ മേക്കിംഗ് ഒക്കെ വലിയൊരു കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ആ സിനിമയോടുള്ളൊരു അടുപ്പം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അവസാനമൊക്കെ ആവുന്ന സമയത്തേക്കും. കാരണം അവസാന ഭാഗത്ത് അനിരുദ്ധിൻ്റെ ഒരു ഗംഭീര പരിപാടിയൊക്കെ ഉണ്ട്. നമ്മൾ ആ ടൈറ്റിൽ കാണുന്ന സോങ്ങൊക്കെ അവിടെയാണ് വരുന്നത്. വൻ പരിപാടിയാണ് അത്. പക്ഷേ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളൊന്നും വലിയ മെച്ചമുള്ളതല്ല. അനിരുദ്ധിൻ്റെ BGM മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് സിനിമ എവിടെയും ഒരു ഹൈ പരിപാടിയായിട്ടൊന്നും തോന്നുന്നില്ല. എവിടെ അങ്ങനെ സീനുകളും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇതിൽ വിജയ് ദേവർകൊണ്ടയുടെ ബ്രദറായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾ കൊള്ളായിരുന്നു. ദെൻ വില്ലൻ സൈഡിൽ ഈ പറഞ്ഞ പോലെ ബാബുരാജിൻ്റെ മകനായിട്ട് വെങ്കിടേഷ് ഉണ്ട്. പിന്നെ മലയാളത്തിലൊക്കെ നായാട്ടിലൊക്കെ കണ്ടിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ പുള്ളിയുണ്ട് വില്ലൻ സൈഡിൽ. അതൊക്കെ ഒരു പരിപാടിയാണ്. കുറേ ആളുകൾ ചേർന്നിട്ടുള്ള വില്ലൻ പരിപാടിയാണ്, ഈ KGF-ലൊക്കെ ഉള്ള പോലെ. പക്ഷെ പടം പോരാ. കാരണം വിജയ് ദേവർകൊണ്ട കുഴപ്പമില്ല, ലുക്കൊക്കെ ഓക്കെയാണ്. പക്ഷേ പുള്ളി ഒരു മാസ് സീനുകളൊക്കെ ഇടുന്ന സമയത്ത് ഭയങ്കര ഡൗൺ ആണ്. പുള്ളി ഇപ്പോൾ സിനിമയിൽ പൊതുവെ കാണുന്നൊരു പോസ്റ്ററൊക്കെ കാണുന്നൊരു ലുക്കിലേക്ക് വരുന്നതിന് മുന്നേ പുള്ളി ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ളൊരു ലുക്കുണ്ട്. അവിടെയുള്ളൊരു പെർഫോമൻസും പരിപാടികളൊക്കെ അത് നൈസായിരുന്നു. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറച്ചൊരു പരിപാടി അത് ഭയങ്കര നൈസായിരുന്നു. പക്ഷേ അവിടെ ആ ഒരു ട്രാക്കിലാണ് സിനിമ പോകുന്നതെങ്കിൽ ഭയങ്കര
നന്നാവുമെന്ന് തോന്നിയിരുന്നു. കാരണം സിനിമയിൽ പോസിറ്റീവായിട്ടുള്ള ഏരിയ അതാണ്. പേഴ്സണലി എനിക്ക് അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഒരു ആവറേജ് എക്സ്പീരിയൻസ്, അതിനപ്പുറത്തേക്ക് ഒന്നും ഫീൽ ചെയ്തില്ല.